This video recently went viral and it did so for one reason. Pumpkin seeds are at the top and people are going, oh my god, I did not know. So it's a good opportunity to understand the science of why pumpkin seeds being on top of that list is misleading, although technically correct. So let's compare pumpkin seed. ഇതാണ് അങ്കിൾ ക്രിഷ്. നിങ്ങൾക്ക് ഡയറ്റ് ബേസ്ഡ്, ഹെൽത്ത് ബേസ്ഡ്, സയൻസ് ബേസ്ഡ് സംഭവങ്ങളൊക്കെ അറിയണമെന്നുണ്ടോ? അങ്കിള് വളരെ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, സിമ്പിളായിട്ട്. To number 2 on that list, beef. 100 grams of pumpkin seeds contains 550 calories, of which 120 calories are from protein and a whopping 430 calories from fat. Yes, it is an oil seed. 100 grams of lean beef is just 250 calories with 120 calories of protein. Then let's look at portion size. 100 grams of beef is a palm-sized portion, easily consumable. 100 grams of pumpkin seeds is 3 full handfuls. You cannot eat that much in a single setting. Then let's get to കൺസിഡർ ചെയ്യാത്തൊരു സംഭവമാണ്. നമ്മളെപ്പോഴും കാലറി ഇത്ര ഗ്രാമിൽ ഇത്ര പ്രോട്ടീൻ, അതായത് 100 ഗ്രാമിൽ ഇത്ര ഗ്രാം പ്രോട്ടീൻ, അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രോട്ടീൻ അതിന് കിട്ടും എന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ പ്രാക്ടിക്കലി ഒരൊറ്റ സിറ്റിങ്ങിൽ ഒരു മീലിൽ നമുക്ക് ആ പ്രോട്ടീൻ എന്ത് തന്നെയാണോ അത് എന്തോരം കഴിക്കാൻ പറ്റും, അത് പ്രാക്ടിക്കലി നമുക്ക് ഇപ്പോൾ 100 ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ 100 ഗ്രാം നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രാക്ടിക്കൽ ചിന്ത ഉണ്ടല്ലോ, അത് മിക്കവാറും ചിന്തിക്കാറില്ല. എല്ലാവരും ആ ഒരു ജനറൽ സംഭവം 100 ഗ്രാമിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, ഓക്കെ 100 ഗ്രാമിൽ ഒരു സാധനം കഴിക്കുമ്പോൾ നമുക്ക് 50 ഗ്രാം പ്രോട്ടീൻ കിട്ടും. പക്ഷെ മറ്റേ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്രാം കഴിച്ചാൽ 20 ഗ്രാമേ കിട്ടുള്ളൂ. 100 ഗ്രാമിൽ 50 ഗ്രാം ഉള്ളതല്ലേ ഏറ്റവും നല്ല പരിപാടി, ആളിനുള്ള കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്, അപ്പം നമുക്ക് അത് കഴിച്ചാൽ പോരെ. പക്ഷേ ആ ഒരു സിറ്റിങ്ങിൽ നമുക്ക് 100 ഗ്രാം കഴിക്കാൻ പറ്റുമില്ല എന്ന് ആരും ചിന്തിക്കാറില്ല. അവിടെയാണ് നമ്മുടെ ആംഗിൾ വരുന്നത്. protein quality. The PDCAS of beef or any meat is 1, meaning all of that protein is available. For pumpkin seeds is 0.6 to 0.7 and it is low in lysine. And now let's look at cost. Beef costs about 20 rupees for 100 grams. Pumpkin seeds cost twice as much. So look, you might not eat beef for religious or environmental reasons, and that is perfectly fine. But don't delude yourself that 100 grams of pumpkin seeds is the same as 100 grams of beef when it comes to protein. Pumpkin seeds are an amazing snack filled with micronutrients and good fats, but they're not a meaningful source of protein. Soy chunks, tempeh, tofu, whey protein, paneer, Greek yogurt, those are meaningful sources of protein for vegetarians. ഇതാണ് സംഭവം. നമ്മളൊരു ചിന്താഗതി ഉണ്ടല്ലോ, ഞാൻ വെജിറ്റേറിയൻ ആണ്, അപ്പം ഞാൻ കഴിക്കുന്നത് ഇന്ന സംഭവങ്ങളാണ്, അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ട്, അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ശരി, ബാക്കിയുള്ളവരെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ നോൺ വെജ് കഴിക്കുന്ന, ഇറച്ചി, മീൻ, മുട്ട സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളാണ്, അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ശരി, എനിക്കാണ് കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നത്, അപ്പോൾ വേറുള്ളവർ എന്നെ പോലെ ആകണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ രണ്ട് സൈഡിലും ഉണ്ട്. നമുക്ക് ഒരു സിറ്റിങ്ങിൽ ആദ്യം പറഞ്ഞ പോലെ, അങ്കിള് പറഞ്ഞ പോലെ എന്തോരം കഴിക്കാൻ പറ്റും എന്നൊരു ചിന്തയില്ല. ഇനി ചില സംഭവങ്ങൾ കഴിച്ചാൽ ചിലവർക്ക് വയറ്റിൽ അത് പിടിക്കത്തില്ല, ഗ്യാസ് ഉണ്ടാവും, ബ്ലോട്ടിങ് ഉണ്ടാവും, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതൊന്നും പേഴ്സണലി ഒരാൾക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒന്നും ചിലവർക്ക് അതൊരു മാറ്ററേ അല്ല. ഞാൻ ചെയ്യുന്നത് എന്താണോ അത് ശരിയാണ്, അതേപോലെ തന്നെ നിങ്ങളും അത് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ചിന്താഗതിക്കാരാണ് നമ്മൾ മിക്കവാറും ആൾക്കാർ പലതരം. അപ്പോൾ അവരുടെ സംഭവങ്ങളും പലതരമാണ്. അവരെ ഒരു ഇൻഡിവിജ്വലിനെ ഹെൽത്തി ആക്കി വെക്കുന്നത് എന്താണോ അത് അവർ കൺസ്യൂം ചെയ്യട്ടെ. അങ്ങ് പണ്ട് കാലമേ തൊട്ട് നമ്മുടെ രാമായണം പോലുള്ള പുരാണങ്ങളായിട്ടുള്ള ടെക്സ്റ്റുകളിൽ വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാർ എല്ലാ തരം ഫുഡ് കഴിച്ചിരുന്നതായിട്ട്. നമ്മളൊരു ഓപ്പർച്യൂണിസ്റ്റിക് ഡയറ്റുള്ള ഒരാൾക്കാരാണ്. സർവൈവലിൻ്റെ ബേസിലാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഫുഡ് ഇല്ലാത്തപ്പോൾ ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് അഗ്രികൾച്ചർ സംഭവങ്ങളൊന്നും നടക്കില്ലാത്തൊരു സ്ഥലമാണ് എങ്കിൽ നമ്മളെങ്ങനെ അവിടെ ഒരു സംഭവം ഫുഡ് ഉണ്ടാക്കി ഒരു സാധനം, ഒരു ക്രോപ്പ് നട്ട് അത് വിളയിച്ച് നമ്മൾ കഴിക്കും, ആ മണ്ണ് അതിന് അനുയോജ്യമല്ലെങ്കിൽ. പക്ഷെ ആ സമയത്ത് അവിടെ എന്തെങ്കിലും വൈൽഡായിട്ടുള്ള ആനിമൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വേട്ടയാടി പിടിച്ച് കഴിക്കും. ഇപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാ സാധനവും അവൈലബിൾ ആയതുകൊണ്ടാണ് ആ ഒരു ചിന്ത നമുക്കില്ലാത്തത്. ഇപ്പോൾ ഇറച്ചി വേണോ അതുണ്ട്, മീൻ വേണോ അതുണ്ട്, വെജിറ്റേറിയൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിലോ നമ്മൾ കിട്ടുന്നത് കഴിച്ച് ജീവിക്കും നമ്മൾ. അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പം എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഹെൽത്തി ആക്കി വെക്കുന്നത് എന്താണോ അത് കൺസ്യൂം ചെയ്യുക. ഇനി സസ്റ്റൈനബിലിറ്റി
എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടും ഇമ്പാക്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ലോക്കലി സോഴ്സ്ഡ് സംഭവമാണ്. ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുറേ പോയി അവക്കാഡോ ഒക്കെ മേടിച്ചിട്ട് വരാറുണ്ട്. ഈ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന അവക്കാഡോ മൊത്തം വെളിയിൽ നിന്നാണ്. അപ്പം അത് ഒരു പ്ലെയിനിന് കയറ്റി ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വേറെ രാജ്യത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനം പിന്നെ നമ്മുടെ ലോക്കൽ ഏരിയയിലേക്ക് എത്തിച്ച്. അപ്പോൾ പ്ലെയിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ പ്ലെയിൻ്റെ ഫ്യൂവല്, അതിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷൻ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വഴി ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ട്രക്ക് വഴി ഉണ്ടാകുന്ന അത് റിലീസ് ചെയ്യുന്ന പൊല്യൂഷൻ്റെ ബാക്കി. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത പറമ്പിൽ എന്താണോ ഉള്ളത് അത് കഴിക്കുക. ലോക്കലായിട്ട് നമ്മുടെ നാട്ടിൽ മാങ്ങ, തേങ്ങ, കപ്പ, റംബൂട്ടാൻ, മംഗോസിനൊക്കെ നമ്മുടെ കേരളത്തിൽ നല്ല അടിപൊളിയായിട്ട് വളരുന്ന സംഭവമാണ്. ഇമാതിരി ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ കഴിക്കുക. ഏത് സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് ഒക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരോടാണ്. അപ്പോൾ ശരി, എന്നാ അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ജവാൻ, ജയ് കിസാൻ.